മനുഷ്യസ്നേഹമാണ് തന്റെ രാഷ്ട്രീയമെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് പി കെ ശശി. മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിയായ 2.5 വയസ്സുകാരന് മാസം 31,000 രൂപയുടെ വിദേശ നിർമ്മിത മരുന്ന് വേണം. എത്തിച്ചു നൽകി പി കെ ശശി. കോട്ടുപ്പാടം കല്ലിടുമ്പിൽ വീട്ടിൽ യാസിർ അറഫാത്തിന്റെ 2.5 വയസ്സുകാരനായ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ബാധിച്ച അർബുദ രോഗത്താൽ ചികിത്സയിലായിരുന്നു. അസുഖത്തിൽ മുക്തി നേടാനായപ്പോഴാണ് നൽകിയ മരുന്നുകൾ കുട്ടിയുടെ കരളിനെ ബാധിച്ചത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയാണ് ഏക പോംവഴി. എങ്കിലും അതിനായി കുഞ്ഞിന്റെ പൂർണ്ണ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനായി മാസം 31,000 രൂപ വില വരുന്ന വിദേശ മരുന്നാണ് കുട്ടിക്ക് ലഭ്യമാവേണ്ടത്. യാദൃശ്ചികമായി കുഞ്ഞിന്റെ അസുഖത്തെക്കുറിച്ചറിഞ്ഞ പി കെ ശശി കുടുംബത്തെ സന്ദർശിച്ച് വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ മണ്ണാർക്കാട് സാമൂഹ്യ സേവന സംഘടനയായ മാക്ടി ട്രസ്റ്റ്, കുണ്ടൂർകുന്ന് സ്കൂൾ മാനേജർ അനുജൻ എന്നിവരുടെ നേതൃത്വത്തിൽ മരുന്ന് വീട്ടിലെത്തിച്ചു. പിന്നെ ശശിയേട്ടനെ കണ്ടത്, ശശിയേട്ടൻ റൂമിൽ വന്ന് മോനെ കണ്ടിരുന്നു. അവിടെ 10 മിനിറ്റ് റൂമിൽ ഇരുന്നായിരുന്നു. പിന്നെ ശശിയേട്ടൻ പോകുമ്പോൾ ഒരു വാക്ക് തന്നിരുന്നു, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം, ഒരു മടിയും കൂടരുത്. നമ്പർ അങ്ങനെ വാങ്ങി സേവ് ചെയ്തു. ശശിയേട്ടൻ വിളിച്ചു. അതേമാതിരി ഡിസ്ചാർജ് ചെയ്ത് വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് പിന്നെ മോനെ കാണാൻ അവിടെ വീട്ടിൽ വന്നിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയിലും വിളിക്കും, എന്താണ് മോൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. ഒരു 10 മിനിറ്റ് ബന്ധമുള്ളൂ, പക്ഷെ കൂടുതൽ ഒരുപാട് അടുത്ത ബന്ധമായി പോയി. ശശിയേട്ടന് എന്താ പറയുക, ഒരുപാട് സന്തോഷം. സത്യത്തിൽ ഇതൊരു മനോധൈര്യല്ലേ? ആ, ഒരു പ്രതീക്ഷിക്കാതെ വന്ന ഒരു ഇതാണ്. കാരണം മെഡിസിൻ ഇന്ന് തീരാണ്, ഇന്ന് കുടിക്കാനില്ല. അപ്പോൾ ഇതിപ്പോൾ ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഈ മെഡിസിൻ. ഇത് മെഡിസിൻ കിട്ടി, സന്തോഷം. മരുന്ന് 2 വർഷം തുടർച്ചയായി നൽകേണ്ടതുള്ളതുകൊണ്ട് തന്നെ മണ്ണാർക്കാട്, തച്ചനാട്ടുകര, കോട്ടുപാടം എന്നീ ട്രസ്റ്റുകളിലൂടെ സഹായം നൽകുന്നതിനും പദ്ധതിയായി. മനുഷ്യജീവിതത്തിന് അർത്ഥമുണ്ടാവണം. അതിന് ഇതുപോലുള്ള മനുഷ്യസ്നേഹപരമായ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് എന്നും ആരെയെങ്കിലും വെല്ലുവിളിച്ച് മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് കാര്യമില്ല, ഓരോരുത്തരും ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമെന്നും പി കെ ശശി സംസാരിച്ചു. യാസിർ അറാഫത്തിന്റെ 2.5 വയസ്സുള്ള കുട്ടിയാണ്. 2.5 വയസ്സുള്ള ഈ കുട്ടിക്ക് ജന്മനാ തന്നെ CA ബാധിച്ചു, ക്യാൻസർ രോഗം ബാധിച്ചു. അതിൻ്റെ ചികിത്സയുമായി തിരുവനന്തപുരത്തെ RCC ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ചികിത്സ ഒരു വിജയത്തിലേക്ക് എത്തി. ഒരു നല്ല രൂപത്തിൽ അത് ഒരു ക്യൂറായി. പക്ഷേ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ക്യാൻസറിന് കൊടുത്തിട്ടുള്ള ഒരു മരുന്ന് കുട്ടിയുടെ പൂർണ്ണമായും ലിവറിനെ പൂർണ്ണമായും ഡാമേജ് ആക്കി. അപ്പോൾ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇനി നടത്തേണ്ടത്. പക്ഷേ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അതിനുള്ള ആരോഗ്യം ഈ കുട്ടിക്ക് വേണം. യാദൃച്ഛികമായി പരിചയപ്പെട്ടതാണെങ്കിലും ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ, കുട്ടിയെയും യാസറിനെയും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മൾ ഇടപെടണം. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ അക്കൗണ്ടബിലിറ്റി കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളാണ്. ആരെയെങ്കിലും വെല്ലുവിളിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നുമല്ല അക്കൗണ്ടബിലിറ്റി കിട്ടുക. അക്കൗണ്ടബിലിറ്റി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അക്കൗണ്ടബിൾ ആവണം. അതിന് അക്കൗണ്ടബിലിറ്റി കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യസ്നേഹപരമായ ജീവകാരുണ്യപരമായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഞാൻ മുൻകൈയെടുത്തു. ഇപ്പോൾ മണ്ണാർക്കാട് രൂപീകരിച്ചിട്ടുള്ള ബാലമുകുന്ദൻ സെക്രട്ടറിയും ഷാജി അബൂബക്കർ ചെയർമാനും സുദർശനൻ പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള മാക്ട് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റും തച്ചനാട്ടുകരയിൽ ഇവരെല്ലാം മുൻകൈയെടുത്തുകൊണ്ട്, രാമകൃഷ്ണൻ, അതുപോലെ തന്നെ രത്നകുമാർ, മുഹമ്മദ്, വിനോദ് ഇവരെല്ലാം മുൻകൈയെടുത്തുകൊണ്ട് രൂപീകരിക്കുന്ന ട്രസ്റ്റും അവർ 2 കൂട്ടിനും ഇതിനോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഇവർക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനാണിത്. വിദേശ നിർമ്മിതമായ മരുന്നാണ്, നവാർട്ടിസ് കമ്പനിയുടെ മരുന്നാണ്. ഈ മരുന്ന് ഇപ്പം ഈ കുട്ടി ഇവിടെയുള്ളത്, ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ, ഈ രോഗം കൂടുതൽ സ്പ്രെഡ് ചെയ്താൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണിത്. ഈ മെഡിസിൻ 2 വർഷക്കാലം ഇത് കണ്ടിന്യൂ ചെയ്യണം. എല്ലാ മാസവും ഇത് 1 മാസക്കാലത്തേക്കുള്ള മരുന്നാണ്. 1 മാസമല്ല, ഡെയിലി ഒരു ക്യാപ്സ്യൂളാണ്. 28 ദിവസമാണ്. 28 ദിവസത്തെ മരുന്നിന് 31,000 രൂപയാണ് ഇതിൻ്റെ വില, ഇതിൻ്റെ കോസ്റ്റ്.
അപ്പോൾ ഇതിൻ്റെ ബാധ്യത പരമാവധി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞങ്ങളൊക്കെ കൂടി ഞാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിനോട് പിന്നെ അനിയൻ മാഷ് സഹകരിച്ചു. പച്ചനാട്ടുകരയിലുള്ള അനിയൻ മാഷ് എന്ന ഒരാൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. അനിയൻ മാഷ് ഇതിനോട് ഇപ്പം തന്നെ സഹകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായവും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നീടാണ് മാക്ട് മണ്ണാർക്കാട് ഇവരുടെ രൂപീകരിച്ചിട്ടുള്ള ട്രസ്റ്റും പച്ചനാട്ടുകരയിൽ ഇവരെല്ലാം ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഈ ട്രസ്റ്റും സംയുക്തമായി ഇത് സഹായിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഇതിൻ്റെ ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെ ഉദ്ദേശം പരമാവധി ഇത് ചെയ്യണം, പരമാവധി ഈ കുടുംബത്തെ സഹായിക്കണം, ആ കുട്ടിയെ രക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഈ വീട്ടിൽ ഞാൻ വന്നിരുന്നു. ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ വന്നപ്പോൾ ഇവരുടെ ഒരവസ്ഥയും ഈ പൊട്ടിക്കരച്ചിലും ഒക്കെ വല്ലാത്തൊരു ഒരവസ്ഥയാണ്. കുട്ടിയെ നിങ്ങൾക്ക് കാണാം. 2.5 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. തീർച്ചയായിട്ടും ഈ വേദനിക്കുന്ന ആളുകളുടെ വേദനയിൽ പങ്കുചേരുക, അവരെ സാന്ത്വനിപ്പിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുക, അതിനേക്കാൾ വലിയ പുണ്യമായ പ്രവൃത്തിയൊന്നും ഈ സമൂഹത്തിൽ ഒന്നും ഒരാൾക്ക് ചെയ്യാനില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ മറ്റേത് പ്രവർത്തനത്തേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏത് പ്രവർത്തനത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ടത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. ഞങ്ങളെല്ലാം സംയുക്തമായി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. പരമാവധി ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.